ഇപ്പൊ ഇട്ട വീഡിയോ അത് ഒന്നിന്ന് അവസാനം വരെ കാണാം, ഒരു ഭാഗം മിസ് ചെയ്യല്ലേ. നസീർ റഹീം രേണുവിനെ മാരേജ് ചെയ്യുന്നിട്ട് 2 വൈഫ് 4 പിള്ളേരായിട്ട് ജീവിക്കാൻ, അതെന്റെ അടുത്ത് ദത്തെടുത്തോ. അതേപോലെ ഇത് നിങ്ങള് റീച്ചിന് വേണ്ടിട്ടല്ലേ നിങ്ങളിപ്പോ ചെന്ന് ചെയ്ത അങ്ങനത്തെ ഒരാളായി അയച്ചിട്ടുള്ളത്. പിന്നെ എന്തൊരു സ്നേഹം, ഇവരെ സഹായിക്കാൻ നേരത്തെ എവിടെയായിരുന്നു നിങ്ങൾ? നിങ്ങൾക്ക് റീച്ച് കിട്ടാനാണെന്ന് കേരളത്തിലുള്ള എല്ലാ ചോറുണ്ണുന്നവർക്ക് അറിയാം. ചൂവില്ലാത്ത ജന്മങ്ങൾ ഒരുപാട് നേരെ. ഒരാള് രേണുവിന് പഠിക്കുവാണ്, ഈ ചെക്കനും ഇവൻ ഏതോ കേസിലൊക്കെ പെട്ടിട്ടുള്ള ചെക്കനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ പെട്ടാണ്. കിച്ചുവിനെ എല്ലാ ചാനൽക്കാരും എല്ലാ മീഡിയക്കാരും മെയിൻ മീഡിയക്കാരടക്കം യൂട്യൂബേഴ്സും ചാനൽക്കാരൊക്കെ ഈ പറയുന്ന കിച്ചുവിൻ്റെ നേരെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും രേണുവിൻ്റെ നേരെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കിച്ചുവിൻ്റെ അമ്മാമ്മയുടെ നേരെയും വീട്ടിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം അത് അവരവരുടെ റീച്ചിന് വേണ്ടിയും അല്ലെങ്കിൽ അവരവരുടെ ശരിക്കും അവരുടെ കണ്ടു ചുമ്മാ നിറഞ്ഞു പോവും അവൻ പറയുന്നതോ അല്ലെങ്കിൽ അവൻ്റെ മുഖം എന്തെങ്കിലും കാണുമ്പോൾ. അങ്ങനെ തന്നെയാണ് നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ഈ പറയുന്നത് എത്രത്തോളം സിൻസിയർ ആണ്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ അതിൽ എപ്പോഴും നിങ്ങളോട് പറയണ കാര്യമാണ്, പക്ഷെ നമ്മൾ കോൺഫിഡൻസ് കൊടുക്കണം, അവനെ കൊണ്ട് ചെയ്യിക്കാണ്. ഞങ്ങൾക്ക് അതിൽ അഭിമാനം ഉണ്ട്. അവൻ ശരിക്ക് ഹാപ്പി ആയിട്ട് അവൻ ചിരിച്ചു കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങള് ചോദ്യങ്ങളും നിങ്ങൾ ആ ചെയ്യണ കാര്യങ്ങൾ ഫാമിലി ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി അടിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങള് നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, എന്നിട്ടാവും നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക, മനസ്സിലായിണ്ടാവും. അതെ. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഈ അടുത്ത് ഓണം കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ആശംസകൾ. അപ്പൊ നമ്മള് ഓണത്തിന് നമ്മള് കിച്ചു സുധിയായിട്ട്, അതായത് നമ്മുടെ സുധിയേട്ടന്റെ കൊല്ലം സുധിയേട്ടന്റെ മോൻ രേണു സുധിയുടെ മോനായിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഫോട്ടോഷൂട്ട് ചെയ്തതിന് നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അതില് സപ്പോർട്ടാണ് 99.9% ഞങ്ങൾ അവനെ ചേർത്ത് നിർത്തി, വേറെ ആർക്കും അത് തോന്നിയില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ഒരുപാട് നന്ദി, ചേർത്ത് ഇനിയും ഇതുപോലെ തന്നെ നിർത്തണമെന്നും പിന്നെ നമ്മൾക്ക് ഇങ്ങനൊരു ഇത് മനസ്സ് തോന്നിയതിന് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് 99% അതിൽ നല്ലത് വന്നിട്ടുണ്ട്. അതില് ഒരു പെർസെന്റേജ് ഇപ്പൊ എന്തായാലും ഒരു മറ്റേ എന്താ പറയാ ഉണ്ടാവുമല്ലോ, അപ്പൊ 0.55 അതായത് 1, 2, 3 അത്ര തന്നെ വന്നിട്ടുള്ളൂ. 2-3 ഐഡിന്ന് മാത്രം 2-3 ഐഡി മാത്രമല്ലോ. ആയിക്കോട്ടെ. അപ്പൊ എത്ര ഐഡിന്ന് വന്നാലും നമുക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് കുറച്ച് കമന്റ്സ് ആണെങ്കിലും നല്ല കമന്റ്സ് ആണെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ട് പറയാനാണ് നമ്മൾ ഈ വീഡിയോ. പിന്നെ അതിൽ വന്നിട്ടുള്ളത് അറിയാൻ വേണ്ടിട്ട് അപ്പൂസിന്റെ ഫ്രണ്ട് ആണോ നമ്മളുടെ ബന്ധുവാണോ കിച്ചു സുധിയായിട്ട് എങ്ങനെയാണ് പരിചയം, ഉത്തരം കൊടുക്കാൻ കമന്റ്സ് അറിയാലോ. ഒരുപാട് കമന്റ്സ് വരും, നമുക്ക് അതിനൊന്നും റിപ്ലൈ ചെയ്യാം. സെയിം തന്നെ ഒരുപാട് നമ്മളിത് ഇൻസ്റ്റയിലും ഇട്ടുണ്ട്, യൂട്യൂബിലും ഈ വീഡിയോസ് ഇട്ടുണ്ട്. അപ്പൊ രണ്ടിലും പല രീതിയിലാണ് കമന്റ്സുകൾ വരുന്നത്. അപ്പൊ എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അപ്പൊ ഇങ്ങനത്തെ സംശയമുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണവർക്കുള്ളതാണ്, നമ്മുടെ ആരെങ്കിലും ആണോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട് ആണോ, അപ്പൊ അതിനുള്ള മറുപടിയും അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ, കിച്ചു നമ്മുടെ ആരാണ്? എല്ലാ മലയാളികളും അറിയണ പോലെ തന്നെ നമ്മളുടെ കൊല്ലം സുധിച്ചേട്ടന്റെ മകനെ തന്നെയാണ് ഞങ്ങൾക്കും കിച്ചുവിനെ അറിയാം. അപ്പൊ സുധിച്ചേട്ടനെ പണ്ട് തൊട്ട് തന്നെ ഇഷ്ടം തന്നെയാണ്. എന്റെ ക്ലാസ്മേറ്റ് അല്ല, എന്റെ എന്താ പറയാ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ല, നമ്മള് ഇപ്പൊ മീറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട്സ് ആയത്. ചില റിലേഷൻസ് ചില ആളുകളുടെ അടുത്ത് നമുക്ക് അവരെ നേരിട്ട് കണ്ടില്ലെങ്കിലും അവരോട് ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു അവരുടെ ചിന്തിക്കുമ്പോ തന്നെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒന്ന് കണ്ണ് നിറയുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും. ആ പറയുന്നത് കറക്റ്റാണ്. കാരണം എല്ലാ അമ്മമാരും നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള എല്ലാ അമ്മമാരും നമ്മൾക്ക് മെസ്സേജ് അയക്കും, പേഴ്സണലിയും എല്ലാ രീതിയിലും കമന്റ്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്കെങ്കിലും ചേർത്ത് പിടിക്കാൻ തോന്നിയല്ലോ എന്നാണ്. അതായത് എനിക്ക് കിച്ചുവിനെ കാണുമ്പോ അപ്പൂസിന്റെ പോലെ തോന്നുക. കാരണം പ്രത്യേകിച്ച് സാധാരണ ഇവിടത്തെ എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും
കിച്ചുവിനോട് ആ ഒരു സ്നേഹം സ്ത്രീകൾക്ക് മാത്രല്ല എല്ലാവർക്കും കൂടുതൽ അമ്മമാർക്കാണ് കൂടുതൽ കമന്റ്. അമ്മമാർ ഒന്നും കൂടി ഇടും, കാരണം മോനെ ഞങ്ങൾക്കൊരു മോനുണ്ട്, നിന്നെ അതുപോലെ കമന്റ് ബോക്സിന് എല്ലാത്തിനും ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ എല്ലാ കമന്റ്സും ചേർത്ത് നിർത്തി താടിയും പൊട്ടും ഫാമിലിക്ക് ഒരു വലിയ താങ്ക്സ്. നിങ്ങൾ ഇതേപോലെ തന്നെ കിച്ചു മോനെ എന്നും ലൈഫ് ലോങ് മോനെ നീ നല്ല ഉയരങ്ങളിൽ എത്തണം, ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഇവൻ നമ്മുടെ വീഡിയോസ് മാത്രമായിട്ട് ഇടുമ്പോ ഇവൻ അതുപോലെ പറയാറുണ്ട്, അപ്പൂസ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ കാണുമ്പോ എന്റെ മോനെ പോലെ തോന്നുന്നു, ആ രീതിയിലൊക്കെ. അപ്പൊ ഈ മലയാളി ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള അതേ ഇമോഷൻ തന്നെയാണ് നമുക്കും അവനോട് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമുക്ക് കിച്ചു സുധീനെ അറിയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നെക്സ്റ്റ് ചോദ്യം, എങ്ങനെയാണ് ഞങ്ങള് കിച്ചുവിലേക്ക് എത്തിയത്? ഞാൻ എപ്പോഴും ഈ സുധിച്ചേട്ടന്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വന്നിട്ടാണ് അവരുടെ ഫാമിലി കാര്യം, കിച്ചുവിന്റെ പാസ്റ്റ് അവരുടെ ഫാമിലി കാര്യം സുധിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ മലയാളികൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അന്ന് തൊട്ട് മനസ്സിന്റെ ഉള്ളിൽ ഈ കിച്ചുസുതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു ഇമോഷൻ എനിക്കും ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കതൊരു കൂടുതൽ എനിക്ക് എൻ്റെ അപ്പൂസും ആദിസും അവരൊരു 12 years ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഋതപ്പനും കിച്ചും അങ്ങനെ കാണുമ്പോൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ എനിക്ക് പെട്ടെന്ന് റിലേറ്റഡ്, എൻ്റെ കണ്ണ് നിറയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത നിമിഷം വരെയും ആ ഒരു സ്നേഹം അതുപോലെ അതിനേക്കാളും കൂടി കൂടി ഓരോ ദിവസം വരുന്നുള്ളൂ. അപ്പം അതെല്ലാവർക്കും അങ്ങനെ തന്നെ, എനിക്കും അങ്ങനെ തന്നെ. അപ്പം ഞാൻ എപ്പോഴും സുധിച്ചേട്ടൻ്റെ മരണശേഷം ടു ബി ഫ്രാങ്ക് ഉള്ള കാര്യം ഞാൻ അവൻ്റെ അടുത്തും സംസാരിച്ചത് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത്. ഈ ഇഷ്ടം എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞങ്ങൾക്കും ഇരട്ടി ഇഷ്ടമാണ്. ഞങ്ങൾ അപ്പൂസിനെ കാണുന്ന പോലെയാണ് നിന്നോടൊരു ഇഷ്ടം. അവനെ ഞാൻ സ്ക്രീനിലും ടി വിയിലും മാത്രം കാണുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കണ്ട് ചുമ്മാ നിറഞ്ഞു പോവും അവൻ പറയുന്നതോ അല്ലെങ്കിൽ അവൻ്റെ മുഖം എന്തെങ്കിലും കാണുമ്പോൾ. അങ്ങനെ തന്നെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം ഈ പറയുന്നത് എത്രത്തോളം സിൻസിയർ ആണെന്ന്. എല്ലാവരും കമൻറ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ആലോചിക്കും, ഈ 2 വർഷമായിട്ട് ടു ബി ഫ്രാങ്ക് എല്ലാ ചാനൽക്കാരും എല്ലാ മീഡിയക്കാരും മെയിൻ മീഡിയക്കാരടക്കം യൂട്യൂബേഴ്സും ചാനൽക്കാരൊക്കെ ഈ പറയുന്ന കിച്ചുവിൻ്റെ നേരെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും രേണുവിൻ്റെ നേരെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കിച്ചുവിൻ്റെ അമ്മാമ്മയുടെ നേരെയും വീട്ടിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം അത് അവരവരുടെ റീച്ചിന് വേണ്ടിയും അല്ലെങ്കിൽ അവരവരുടെ ശരിക്കും അവരുടെ റീച്ച് ഉദ്ദേശിച്ച് മാത്രമാണെന്നുള്ളത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ മറ്റ് വിമർശനങ്ങൾ അത് കേട്ടല്ലോ ഇതെന്തായി അതെന്തായി അതിനുവേണ്ടി മാത്രം തന്നെയാണെന്നുള്ളത് നമ്മളെല്ലാ മലയാളികൾക്കും ഞങ്ങളടക്കം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയല്ല അല്ല ഒരു മിനിറ്റ് അതാണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾക്കറിയാം ഇതുവരെ കയറി ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പൊ അവന്റെ രേണു അമ്മയ്ക്ക് ഒരുപാട് അവസരങ്ങളും ചാൻസുകളും പലരും കൊടുക്കുമ്പോൾ ഒക്കെ നല്ല കാര്യം, അവർക്ക് ആ പാഷൻ ഉള്ളത് കൊണ്ട് അത് ചെയ്യുന്നു. അതുപോലെ കിച്ചുവിനെ എന്തുകൊണ്ടാണ് ആരും ഒരു അവസരം കൊടുക്കാത്തത്? അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, അവൻ ചെയ്യാഞ്ഞിട്ടാണോ? ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചോദിക്കാറുണ്ട്. ഇല്ലേ, അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അത് അപ്പൂസും പറയും എല്ലാവർക്കും ഒരേപോലെ ആവില്ലല്ലോ. നമ്മളിപ്പോ ഫോട്ടോ എടുക്കണമെന്ന് ചിലപ്പോ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു അങ്ങനെയായിരിക്കും എന്നോട്. ഞാൻ ഇവരുടെ ഓരോ ചാനലും ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഇവന് അങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടിയെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൻ അങ്ങനത്തെ അവസരങ്ങൾ, ഫോട്ടോഷൂട്ടുകൾ, റീൽസ്, ഷോർട്സ്, സിനിമ അങ്ങനെയൊക്കെ വരണമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ അവൻ ആരും അങ്ങനെ ചെയ്യാത്ത, ചിലപ്പോൾ അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാഞ്ഞിട്ടാവും, നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് അവന് ഞാൻ അതൊക്കെ വിചാരിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ പോലും ഇല്ല. പിന്നീട് യൂട്യൂബ് ചാനലൊക്കെ അവൻ തുടങ്ങിയപ്പോൾ ഞാൻ സന്തോഷിച്ചു, കാരണം അവനൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇവരോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യം, ഞങ്ങൾ അന്ന് അവനെ ആദ്യമായിട്ട് ഞാൻ അവനെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ടെൻഷനായിരുന്നു. കാരണം നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, കാരണം ഇത്രയധികം ചാനലുകാർ അവൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക. അവർ നടക്കുന്നതും അവരുടെ രീതികളൊക്കെ, ഒരാളുടെ ഒരു കാര്യം അവരുടെ ഉദ്ദേശം എന്താണെന്ന് അവരുടെ പെരുമാറ്റത്തിനോ വർത്തമാനത്തിനോ ഒരു അരമണിക്കൂർ കൊണ്ട് ഏകദേശം മനസ്സിലാവും നമുക്ക്. അത് അവനും അറിയാം. അപ്പം ഞാൻ സംസാരിച്ചത് ആദ്യം ചോദിച്ചത് എല്ലാവരുടെ പോലെ തന്നെ കിച്ചുവിനെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്കുണ്ട് ഒരു മോൻ. ഞങ്ങളിങ്ങനെ താടിയും പൊട്ടിയെന്നാണ് നമ്മളുടെ ചാനലും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എങ്ങനത്തെയാണെന്നൊക്കെ അറിയാം. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആദിസിനും അപ്പൂസിൻ്റെ പോലെയാണ് ഋതപ്പനും നിന്നെയും കാണുമ്പോൾ തോന്നുക. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അവനൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ടു ബി ഫ്രാങ്ക് ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ റീൽസോ ഷോർട്സോ അല്ലെങ്കിൽ മറ്റൊരു പെർഫോമൻസോ ഒന്നും നിൻ്റെ കണ്ടിട്ടില്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ചാൻസ് വന്നിട്ട് നീ വേണ്ടാന്ന് പറഞ്ഞതാണോ അതോ വരാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു.
അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, അപ്പം ആരും ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, ആരും ചെയ്തിട്ടില്ല, അവ സമ്മതിച്ചു. അപ്പം എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. അപ്പം ഞാൻ വേഗം ഓക്കെ മോനെ നല്ലത് വരട്ടെ, നന്നായി പഠിച്ചോളാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു, ഈ ഇൻസ്റ്റയിൽ മെസ്സേജ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിച്ചിനോട് ആ കാര്യം പറഞ്ഞു. നമ്മുടെ അപ്പൂസ് കോയമ്പത്തൂര് നഴ്സിംഗിന് പഠിക്കാൻ പോവാണ് ഈ മാസം കഴിഞ്ഞാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മാസം കഴിഞ്ഞാൽ പോവാണ്, അത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഞങ്ങളുടെ മോൻ ഈ വർഷം കൂടി കഴിഞ്ഞാൽ, അല്ല ഈ മാസം അവനാകുമ്പോൾ അവൻ പോവാണ്. അടുത്ത ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിന് ചിലപ്പോൾ അവൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്രിസ്മസ് ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവൻ കോയമ്പത്തൂരായിരിക്കും. അവിടെ എപ്പോഴെങ്കിലും മുടക്കുള്ളപ്പോഴേ അവന് വരാൻ പറ്റുള്ളൂ, ഒരു 3 4 അല്ലെങ്കിൽ 2 ദിവസത്തിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് അവൻ പോവാണ്. അപ്പം ഇവന് വേറെ അവസരങ്ങളും വന്നിട്ടില്ല. അപ്പം ഞാൻ പിന്നെ വീണ്ടും വിച്ചിനോട് ചോദിച്ചു, നമ്മൾ എന്തായാലും എല്ലാ കൊല്ലം ഫോട്ടോഷൂട്ട് ചെയ്യുന്നതാണ്, ഞാൻ അവനോട് ചോദിക്കട്ടെ നമ്മുടെ ഫാമിലി ആയിട്ട് കിച്ചു ഒന്ന് എനിക്ക് ജോയിൻ ചെയ്തിട്ട്. ആക്ച്വലി ഈ ഫോട്ടോഷൂട്ടും ഈ വീഡിയോസും നിങ്ങൾ കണ്ട അമ്മ മക്കളായിട്ടുള്ള വീഡിയോ, അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോ, ഫോട്ടോഷൂട്ട്സ്, ഇതെല്ലാം ഞാൻ എന്നോട് ഞാൻ പോണതിന് മുമ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള. ഞങ്ങള് കിച്ചനെ വെച്ചും അപ്പൂസും നമ്മളൊക്കെ ഇപ്പൊ എടുത്ത എല്ലാ സോങ്സും ഞാനും പൊന്നും മാത്രം, ഞങ്ങൾ അപ്പൂസ് പോണതിന് മുന്നേ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളിലെ പാട്ട് എന്നമ്മേ, അത് അടിപൊളിയായിട്ട് അവൻ ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞാൻ അപ്പോയിട്ട് എടുക്കാൻ വെച്ചതായിരുന്നു. അതുപോലെ മറ്റേ പാട്ട് ഇവനായിട്ട് അപ്പൂസ് എടുക്കുക. നിങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മോം ആൻഡ് സൺ, ഡാഡ് ആൻഡ് സൺ, ചേട്ടനനിയനും ഫാമിലി, ഇങ്ങനത്തെ ഒരു പാറ്റേൺ തന്നെയാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും റീൽസ് ആണെങ്കിലും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവനോട് അപ്പം നീ പറഞ്ഞു അവൻ സമ്മതിക്കും, ഒന്നറിയില്ല വേണമെങ്കിൽ ചോദിച്ചു തോന്നുന്നു. ഞാൻ ചോദിച്ചു, നീ ആലോചിച്ചിട്ട് ഞങ്ങളുടെ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞു. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, കാരണം എൻ്റെ ഒന്നാമത്തത് കൊല്ലത്തുതിയേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനോടുള്ളൊരു ഇഷ്ടം, ഓനോടുള്ള ഇഷ്ടം അത്രയും നാൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന മലയാളികൾക്ക് എല്ലാവർക്കും ചെയ്യും. ഇതിൽ കമൻസ് വഴിയാണ് ചാനലും അതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരും സാധാരണ അമ്മമാരൊക്കെ ഇല്ല അറിയിച്ചിരിക്കണം. നമുക്കിങ്ങനെ ഒരു അവസരം ഇതുവരെ ആരും കൊടുക്കാത്തൊരവസരം ഫോട്ടോഷൂട്ടിലൂടെ അല്ലെങ്കിൽ റീൽസ് വഴി അല്ലെങ്കിൽ ഷോർട്സ് വഴിയൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഒക്കെ ചെയ്യിക്കാൻ കിട്ടാന്ന് പറഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു സന്തോഷം. അവനോടുള്ള, അവൻ്റെ അവനോടുള്ള ആ സ്നേഹം കാണിക്കാനുള്ള ഞങ്ങൾക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടിരുന്നു. ഞങ്ങളുടെ ആ സന്തോഷം തിരിച്ചറിഞ്ഞ ആളുകളാണ് 99.9% ആളുകൾ ഇതിൽ ചേർത്ത് നിർത്തിയതിന് നന്ദി പറഞ്ഞിട്ട് ഒരു ലോഡ് കമന്റാണ്. ഇനി ഇവിടുന്ന് ഞങ്ങളോട് ചേർത്ത് നിർത്താനാ പറഞ്ഞത്. പിന്നെ അതിൽ ആൾക്കാർ പിന്നെ പറഞ്ഞു നമ്മൾ ദത്തെടുത്തോ, അതേപോലെ ഇത് നിങ്ങള് റീച്ചിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇപ്പോ ചെന്ന് ചെയ്ത അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ട്. റീച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളിപ്പോ 6.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സും അതേപോലെ റീൽസ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ട് 10, 20 മില്യൺ 30 മില്യൺ ഒക്കെ വ്യൂ ഒക്കെ വന്നിട്ടുള്ള റീൽസ് മെയിൻ വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിൽ 2 മില്യൺ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതേപോലെ റീൽസിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ 65-70 മില്യൺ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. വേറെ ഒരു സെലിബ്രിറ്റിനെയോ വേറൊരാളിനെയും കൊണ്ടുവരാണ്ട് സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസിനെ വെച്ചിട്ടാണ് നമുക്ക് ഇത്ര റീച്ച് ഒക്കെ വന്നേക്കണേ. ഇതില് സെപ്പറേറ്റ് ആയിട്ട് ആരുടെ ഇട്ടാലും അല്ലെങ്കിൽ എന്തിട്ടാലും കേറി പോകേണ്ട വീഡിയോസ് ഒക്കെ കേറി പോയിട്ട് ഞങ്ങളിപ്പോ ഇതുപോലെ എത്തിയിട്ടില്ല. പിന്നെ റീച്ചിന് വേണ്ടി എന്ന് പറഞ്ഞ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ 2-3 ആളുകളാണ് ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ അഭിനയം. ഇതിപ്പോ റീച്ചിന് വേണ്ടിയിട്ടാന്ന് പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ്. കാരണം ഞങ്ങൾ റീച്ചിന് വേണ്ടി ഇത്രയും കാലമായിട്ടും ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. കാരണം ഏറ്റവും മില്യൺസ് ആയിട്ട് വീഡിയോ പോയിക്കൊണ്ടിരിക്കുമ്പോ പോലും വീഡിയോ എടുക്കാൻ സമയം ഇല്ലാണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നമ്മള് രണ്ടും വർക്ക് ലൈഫ്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ അതിലെപ്പോഴും നിങ്ങളോട് പറയണ കാര്യമാണ്, യൂട്യൂബ് കൊണ്ടും അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ. അങ്ങനെയുള്ളവർക്കാണ് 1 by 1 ഇതിന്റെ പുറകെ ഓടി നടക്കാനും അല്ലെങ്കിൽ ഇതിന് ഇൻകം വന്നാലാണ് അടുത്ത കാര്യങ്ങൾ ചെയ്യാനോ ഒരു മന്ത് പോകാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ വിച്ച് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യണം, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കണതും. അപ്പോൾ ഞങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ കൊറോണ ടൈമിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം. അപ്പോൾ റീച്ചിന് വേണ്ടിയാണ് പറയുന്നത്. ഒരു പക്ഷെ ഞങ്ങളറിയാത്തവരാവാം, അല്ലെങ്കിൽ ഇത്രയും നാൾ ഇവൻ്റെ കിച്ചുവിൻ്റെ അടുത്ത് പോയി വീഡിയോസ് ചെയ്തിരുന്ന മറ്റ് ചാനലുകാരെ പോലെ ആണോ എന്ന് വിചാരിച്ചിട്ടാവാം, എങ്ങനെയാണെങ്കിലും. അല്ലെങ്കിൽ വെറുതെ അല്ലെങ്കിൽ ഉടായ്പായിട്ട് ചുമ്മാ തട്ടി വിടുന്നതാവാം.
അപ്പൊ അവരോട് പറഞ്ഞതാണ് ഞങ്ങളുടെ ചാനൽസ് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഹൈ ലെവലിൽ റീച്ച് ഉള്ളപ്പോൾ വരെ വീഡിയോ ഇടാണ്ട് ഒരു മാസത്തോളം ഇരുന്നിട്ടുള്ള ആൾക്കാരും ഞങ്ങൾ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇട്ടാലും അത് റീച്ച് ആവും. അപ്പൊ അതിൽ ഞങ്ങൾക്ക് വേറെ ആരും കൊണ്ടുവരും. പിന്നെ അടുത്ത കാര്യം, ഉദാഹരണത്തിന് അപ്പൂസിന്റെ കൂട്ടുകാരൻ ഗിൽബർട്ട് ഇന്നാള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോവുകയും വീട്ടിലിരിക്കുന്ന വീഡിയോ സംഭവങ്ങളും ഒരു ലോഡ് റീൽസ്, ഒരു ലോഡ് ഫോട്ടോഷൂട്ട്, ഒരു ലോഡ് കോമഡി ഷോർട്സ് അവന് ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യണേ. അവന് ചാനലും ഇല്ല, ഈ വക സംഭവങ്ങളും ഒന്നുമില്ല, അവൻ സെലിബ്രേറ്റും അല്ല. അപ്പൊ പിന്നെ ഞങ്ങൾ സമയം അങ്ങനെ ചെയ്യണു, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനും ഞങ്ങളുടെ ഫോണിലെ സ്പേസ് കളഞ്ഞ് ഇതൊക്കെ ചെയ്യണു. ആ ദിവസത്തിന്റെ ഓർമ്മകളാണത്. അവന്റെ ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ചൈൽഡ്ഹുഡ് തൊട്ട്. അപ്പൊ അവനെ കൊണ്ട് ഞങ്ങൾ കോമഡി ഷോർട്സ്, ഡാൻസ്, പാട്ട് ഒക്കെ അടിച്ചു പൊളിച്ച് വ്ളോഗൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള നമ്മള് റീച്ചിന് വേണ്ടി ചെയ്യുന്നവരല്ലാന്ന് നിങ്ങൾക്ക് അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് കിച്ചുമായിട്ട് ഓണത്തിന് ആ ഫോട്ടോഷൂട്ട് നടത്തിയ മെയിൻ വീഡിയോ ഇട്ട് ഞാൻ ഇപ്പൊ അത് നോക്കിയിരുന്നു. അത് 45K, അതായത് 45,000 വ്യൂസ് ആയിട്ടുള്ളൂ. നമുക്ക് അതിലും കൂടുതൽ വ്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടോ വേറെ ഇപ്പോ ഒരാള് ചോദിച്ചതിൽ എന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ടാ ഞാൻ കമന്റ്സ് നോക്കായിരുന്നു. ഇതില് കമന്റ്സ് നോക്കുമ്പോ ഇതില് ഒരാള് രേണുവിന് പഠിക്കുവാണ്, ഈ ചെക്കനും ഇവൻ ഏതോ കേസിലൊക്കെ പെട്ടിട്ടുള്ള ചെക്കനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ പെട്ടാണ് കിച്ചുനെ എന്താണ് കിച്ചുനെ ഓരോന്ന് പറഞ്ഞിട്ടും ചില സാധനങ്ങൾ നെഗറ്റീവ് അടിച്ചിട്ട് കാണുമ്പോ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാൻ ആർക്കും പറ്റും കേട്ടോ. അതിപ്പോ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞ ആള് ടെററിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ലെവൽ എന്ത് വേണമെങ്കിലും എനിക്കും പറയാം. അത് നമ്മള് അവരുടെ മകനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെച്ച്. പിന്നെ എന്താ അമ്മയുടെ കാര്യം, ഇന്റർവ്യൂ നിങ്ങൾക്ക് അറിയാം. ഞാൻ മാഗ്നി പ്രൈം ചാനലിലെ ആങ്കറും കൂടിയായിരുന്നു. അപ്പൊ ഞാൻ നമ്മളുടെ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് സ്മൈൽ വിത്ത് പൊന്നൂല് അതുകൊണ്ട് പറയണം. അതിലൊരുപാട് കമന്റ് വന്നായിരുന്നു. ആദ്യമായിട്ടാണ് കിച്ചു ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ചിരിച്ചും കളിച്ചും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കാണുന്നതെന്ന്. കാരണം നിങ്ങൾക്കറിയാം ഈ 2 വർഷമായിട്ടുള്ള ഇന്റർവ്യൂകളിലൊക്കെ അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിക്കും അവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല. അമ്മേനെ പറ്റി അങ്ങനെ കേട്ടുല്ലോ, അച്ഛനെ പറ്റി ഇങ്ങനെ കേട്ടുല്ലോ, വേറൊരു അമ്മ വന്നൂല്ലോ, ഇങ്ങനെ അത് കേട്ടു, ഇത് കേട്ടു, ബിഷപ്പിന്റെ കാര്യം, വീടിന്റെ, അങ്ങനെ ഈ കുട്ടിയോട് ചോദിക്കേണ്ടതല്ലാതെ മറ്റുള്ളവരുടെ റീച്ച് അത് വായിക്കും. റീച്ചിന് വേണ്ടിയായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവർ അവരാണ്. ഞാൻ ചെയ്ത ഇന്റർവ്യൂ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ആ 1 ഡേ ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാ. അവൻ ഇങ്ങോട്ട് പറയുന്നുണ്ട്, അവന്റെ ഇന്റർവ്യൂലും പറയുന്നുണ്ട്. കാരണം നമ്മള് അവ അത്രയും ഹാപ്പി ആയിട്ട് തിരിച്ച് റിട്ടേൺ വർത്താനം പറയണ ആ കുളി നമ്മുടെ അടുത്തുണ്ട്. കാരണം അത്രയും ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് തിരിച്ച് അത്രയും മറുപടികൾ പറയണം. അല്ലെങ്കിൽ അവൻ സൈലന്റ് ആയിട്ട് ഇരിക്കലോ ചോദിച്ചാൽ പല ഇന്റർവ്യൂവിലും ആ കുട്ടിയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എനിക്കിവിടെ വിഷമം തോന്നാറുണ്ട്, എന്തിനാണ് അവനോട് അങ്ങനെ ചോദിക്കണേ. നമുക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. അവനെ അപ്പൂസിന്റെ പോലെ കാണാന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, അവനും കൂട്ടുകാരനും. പിന്നെ വേറെ കാര്യം, ഇപ്പൊ റീച്ചിന് വേണ്ടി മാത്രമാണെങ്കിൽ അവന്റെ കൂട്ടുകാരനും കൂടി കൂട്ടാൻ നമ്മൾ പറയും. അവനും അവന്റെ കൂട്ടുകാരനും വന്നിട്ട് അന്നത്തെ ദിവസം നമ്മള് സ്റ്റാർട്ടിങ് നമ്മൾ കൈ കൊടുത്ത് അവനായിട്ട് വർത്താനം പറഞ്ഞ് 5 മിനിറ്റിനുള്ളില് നമ്മളായിട്ട് ജെല്ലായി. അത്രയും നമ്മൾക്ക് എങ്ങനെയാ അവന് മനസ്സിലായി നമ്മൾ ജെനുവലാന്നും നമ്മൾ റീച്ച് ആഗ്രഹിക്കണവർ. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ കേറി വഴിക്കാൻ എത്രയോ അവിടെ അമ്മയുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പലതും നോർമലി സംസാരിക്കുന്ന ഇടയിൽ വന്ന പല കാര്യങ്ങൾ പോലും ഞങ്ങൾ ഇട്ടിട്ട് പോലും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോലെ. പിന്നെ ഇപ്പൊ ഒരാളായി അയച്ചിട്ടുള്ളത് പിന്നെ എന്തൊരു സ്നേഹം, ഇവരെ സഹായിക്കാൻ നേരത്തെ എവിടെയായിരുന്നു നിങ്ങൾ? നിങ്ങൾക്ക് റീച്ച് കിട്ടാനാണെന്ന് കേരളത്തിലുള്ള എല്ലാ ചോറുണ്ണുന്നവർക്കും അറിയാം. ചൂവില്ലാത്ത ജന്മങ്ങൾ ഒരുപാട് നേരെയാകുന്നു. ആ ആൾക്ക് ഇതുപോലുള്ള ഓരോ ആളുകൾക്കുള്ള സേവിയർ സേവി കുറെ നാളായിട്ട് ഉണ്ടായിരുന്നില്ലേ? എവിടുന്ന് വന്നാവതൊക്കെ പിച്ചകൾ. ഈ പറയുന്ന ആൾക്കാരോടെ പറഞ്ഞ ഈ സേവി ഇതെഴുതിയില്ലേ? സേവി കിച്ചു സുധീനിക്ക് വേണ്ടി എന്താ ചെയ്തേ? ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ കൂടെ ആ കുട്ടീനെ കൊണ്ട് ഫോട്ടോഷൂട്ട്, അതായത് ഈ കുട്ടി ഇങ്ങനെയും പെർഫോം ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് ഇവൻ ഓരോ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴും മഞ്ഞുപോലെ റൊമാൻറ്റിക് ഞങ്ങളുടെ അറിവില് കിച്ചു ചേട്ടനെ വെച്ചിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല.
കണ്ടിട്ടില്ല. റീച്ചിന് വേണ്ടി ബാക്കി എല്ലാ ചാനലുകാരും അവനെ കൊണ്ടുവരുന്നുണ്ട്. അവന്റെ ചാനലിൽ നോക്കിയാലും അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും അങ്ങനത്തെ ഒരു റീല് പോലും കാണാൻ പറ്റില്ല. ഇപ്പൊ അപ്പൂസിനെ വെച്ചിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങള് ഓൾറെഡി റീൽസും ഫോട്ടോഷൂട്ടൊക്കെ എപ്പോഴും ചെയ്യണത്. അപ്പൊ ചെറിയ കുട്ടികൾക്കും പോട്ട് തുടങ്ങിയത് വെച്ചിട്ട് നമ്മള് ലവ് സോങ്ങും അതേപോലത്തെ ഇമോഷണൽ ആയിട്ടുള്ള ഫാമിലി സോങ്സും ആക്ടിങ് സ്കിൽസ് അത് ചേട്ടൻ തന്നെ പറയുന്നുണ്ട് എന്നോട് പറ്റും തോന്നുന്നു. പക്ഷെ ട്രൈ ചെയ്യിപ്പിച്ചു. പക്ഷെ ചേട്ടൻ അത് അവ ചിരിക്കുന്നത് അപ്പൂസ് കാണിച്ചു കൊടുക്കുമ്പോ ഇത്ര സിമ്പിൾ ആണോ, ഇത് ഞാൻ ചെയ്യണോ, ഞാൻ ചെയ്യണ്ട, അയ്യോ ചെയ്യ. പക്ഷെ നമ്മൾ കോൺഫിഡൻസ് കൊടുക്കണം, അവനെ കൊണ്ട് ചെയ്യിക്കാണ്. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഇവനെ കൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ ഇവന്റെ കൂട്ടുകാരനെയും ജോയിൻ ചെയ്യിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇതിൽ ചെയ്തിട്ട് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അപ്പൂസ് ചെയ്താലും ഇതുപോലെ തന്നെയാണ്. ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഈ കുട്ടീനെ കൊണ്ട് ഇത് ഇത്രയും ആദ്യമായിട്ട് പെർഫോം ചെയ്യിച്ചു, ഫോട്ടോഷൂട്ട് ചെയ്യിച്ചു, ലവ് സോങ്, പിന്നെ ഇമോഷണല്, പിന്നെ ഒരു ആംഗ്രി മൂഡ് ഇട്ടിട്ടില്ല അല്ലെ, ഒരു ആംഗ്രി ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങളാണ് അവനെ കൊണ്ട് ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അത് അവനും അറിയാം. അതെല്ലാവരും അവനെ നമ്മൾ ഈ ചെയ്തു കൊടുക്കുമ്പോൾ അതിനുള്ളൊരു ഇതിൽ നല്ല ഔട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വീഡിയോ എടുക്കണ്ടേ, ഇതേപോലെയാണ് പറഞ്ഞു കൊടുത്ത പോലെ പരമാവധി അവന്റെ സൈഡിൽ അവൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ വേറെ അന്നമ്മ ബിനീഷ് ഇത്രയും നാൾ കിച്ചുവിനെ കൂടെ കിട്ടിയില്ലല്ലോ, ഇപ്പൊ കൂടെ കിട്ടിയത് റീച്ച് ഇത്രയും നാൾ കൂട്ടാതെ കാര്യം പറഞ്ഞ ഇപ്പൊ കൂട്ടിയപ്പോ തന്നെ ഇതേപോലെ 1-2 കീടാണുക്കള് വന്നിട്ട് അന്നമ്മ ബിനീഷ് ഓട്ടോ ഓടിക്കണല്ലേ. അപ്പൊ ഈ ചെറിയ ഈ എന്താ ഈ ഒരു കീടാണുക്കള് 1-2-3 വന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ടല്ലോ. എവിടെ ഇത് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര നാള് ഇരിക്കാണ്ടിരുന്നത്. കാരണം നമ്മൾ അവന്റെ അടുത്ത് പോയി, അവന്റെ അടുത്ത് ചെല്ലണ എല്ലാ ചാനലുകാരും റീച്ചിന് വേണ്ടിയാണ്. നമ്മളും അവന്റെ അടുത്ത് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ചെന്ന് കഴിഞ്ഞ് കാണാൻ വരെ ചെന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് പേടിയാണ്. ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ട് വേറെ കുറെ ചോദ്യങ്ങള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് ലൈവായിട്ട് ചോദിക്കാം. ലൈവായിട്ട് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂലാണെങ്കിലും പൊന്ന് ചോദിച്ചിട്ടുള്ളത് ആകെ ഫണ്ണി ആയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളായിരിക്കും. അവൻ ഫുള്ള് ഹാപ്പിയാണ്. കാരണം 4 ചോദ്യം ഒരു കടങ്കഥയും 4 ചോദ്യം 4 ചോദ്യം കടങ്കഥ 4 ചോദ്യം മറ്റേ എന്തിനാണ് അവനായിട്ട് നിസ്സാര 2-3 ചോദ്യങ്ങൾ കഴിഞ്ഞു. 10 മിനിറ്റിൽ അവസാനിപ്പിക്കുകയും അവൻ ഫുള്ള് നിങ്ങൾ ഏത് ഇന്റർവ്യൂ എടുത്താലും അവനോട് ചോദിക്കുന്ന ഒരു ഒരു ആൻസർ മനസ്സിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുക. അതും അവരുടെ ഇവരെയും കാര്യങ്ങളെ പറ്റി ആ കുട്ടിയോട് ചോദിക്കുക. നമ്മൾ അങ്ങനെ സംഭവം റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഞാനും ആങ്കറിങ് ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റീച്ച് ആവും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ കൊച്ചിന്റെ പോലത്തെ ഒരു കൊച്ചാന്ന് ഉദ്ദേശത്തിലിരിക്കുന്ന ആളാ. നമ്മള് റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഒരു ഡേ മൊത്തം ഉണ്ടായ കുട്ടിയാവൻ നമ്മുടെ കൂടെ അവൻ നമ്മള് ഉച്ചക്കല്ലേ എത്തിയ 11 മണിക്ക് ആ സമയത്ത് വൈകിട്ട് ഈവനിങ് ഇരുട്ടായി കഴിഞ്ഞിട്ട് 7 മണി വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവന് നമ്മള് പിക്ക് ചെയ്ത് നമ്മളെന്നെ അവിടെ കൊണ്ടുപോയി ആക്കി. പറഞ്ഞാൽ ഇന്റർവ്യൂ പോലെ ഫോട്ടോഷൂട്ട് പോലെ അതേപോലെയാണ് ഇവന്റെ കൂടെ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു ഫോട്ടോഷൂട്ടിന് ഇപ്പൊ രേണു സുധി ഫോട്ടോഷൂട്ടിന് പോണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ബാഗ് ഇട്ട് ആ സ്പോട്ടിലേക്ക് അവര് പോവാണ്. അത് കഴിഞ്ഞ ഒരു മിനിറ്റ്, അത് കഴിഞ്ഞ് തിരിച്ചും അവരും ഇങ്ങോട്ട് കേറാണ്. ഇപ്പൊ ചിലപ്പോഴേ ഞങ്ങൾ അവിടെ പോയി ആ കുട്ടീനെ കണ്ട് അവിടുന്ന് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ഇതെല്ലാം ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇത്രയധികം നിങ്ങൾ പറയുന്ന മലയാളികളായ ആളുകൾക്ക് ചോറിനവർക്ക് അറിയാമെന്ന്. മലയാളികളായ ചോറിനുള്ള ബുദ്ധിയുള്ള ആളുകളാണ് 99.9% സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളോട് താങ്ക് യു പറയുന്ന ആൾക്കാര് ഈ വീഡിയോ കണ്ടാലും ഇതിന്റെ അടിയിൽ വന്നിട്ട് പറയും ഇതും നിങ്ങൾ റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറയാം. കാരണം തമ്പനയിൽ കണ്ടാൽ തന്നെ അറിയാം റീച്ച് വേണ്ടേ വേണ്ടെന്ന് ഒരാൾക്ക്. കാരണം തമ്പനയിൽ എന്ന് പറയുന്ന സാധനം ഇട്ടിട്ടുള്ളത് ഈ പറയുന്ന കിച്ചുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലപ്പോ ചില ആൾക്കാർക്ക് ഇത് ആരാണെന്ന് അറിയില്ല. നമ്മൾ വെച്ചിട്ടുള്ളത് മറ്റേ കിച്ചു സുധീരന്റെ ഫോട്ടോ അല്ലല്ല. നിക്ക് ഞങ്ങളുടെ ചാനലിൽ ഇതിനു മുന്നേ കിച്ചുവിന്റെ വീഡിയോ, രേണുവിന്റെ വീഡിയോ, കൊല്ലം സുധീര വീഡിയോ ഒന്നും ഞങ്ങളെ താടിയും പൊട്ടുന്നുള്ള മെയിൻ ചാനലിൽ ഇട്ടിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് മാത്രം ആദ്യം ഇട്. ഇപ്പൊ ഈ ആൾക്കാര് ഇത് കിച്ചു അല്ലേ ചോദിച്ചു, അങ്ങനെ വരെ ചോദിച്ചിട്ടുണ്ട്. ഇത് കിച്ചു അല്ലേ, സുധിച്ചേട്ടന്റെ മകനല്ലേ എന്ന് പോലും. കാരണം ഞങ്ങളുടെ ചാനലിൽ ഇതുവരെ ഇല്ലാത്ത ഒരാളെ കാണുന്നത്. ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ടാണ് അവൻ വരുന്നത്. ഞങ്ങളുടെ കൂടെ പുറത്തുനിന്ന് ഇതേപോലെ ആരും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പൊന്നിന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ്. അതുകൊണ്ട് മാത്രം അങ്ങനത്തെ ചോദ്യം പോലും ഞങ്ങളുടെ ഫാമിലി ഇല്ലാത്ത ഒരാൾ ഇത് കിച്ചു സുധി തന്നെയാണോ കൊല്ലം സുധിയേട്ടന്റെ മോനാണോ എന്നൊക്കെ കമന്റ് അതിലുണ്ട്. അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ
മറ്റു ചാനൽക്കാരൊക്കെ എല്ലായിടത്തും ഈ ഇങ്ങനെയുള്ളത് കൊണ്ടുവച്ചിട്ട് 2 വർഷമായിട്ട് അരി മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് റീച്ചിനാണെങ്കിൽ ഞങ്ങൾക്ക് ഇതേ കാര്യം പറഞ്ഞ് 2 കൊല്ലം മുന്നേ അവന്റെ അടുത്ത് 2 കൊല്ലത്തിന് മുന്നേ അച്ഛൻ മരിച്ച സമയം തൊട്ട് പോയിവിടെ ബൊയാഗറ തമ്പിലെ കാണുമ്പോ ആ അഗാധമായ സ്നേഹം കാണുന്നുണ്ട്. ഈ സ്നേഹം എന്നും ഉണ്ടായാൽ മതി കേട്ടോ. അതെ, നിങ്ങൾ ഈ എഴുതിയ ആൾക്ക് എന്തോരം സ്നേഹം ഉണ്ടാവുന്നോട് അത് ആദ്യം പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കുട്ടി ഇതൊക്കെ ചെയ്യുന്നെങ്കിലും കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ട് വലിയ വലിയ ആരെങ്കിലും ഒക്കെ ഇവനെ ഫോട്ടോഷൂട്ടുകളും റീൽസോ ഷോർട്സോ സിനിമയിലോ വരെ എത്തിക്കണം എന്ന ആഗ്രഹം ആദ്യമായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ അവനെ ചെയ്യിച്ചത്. കാരണം അവൻ ഇങ്ങനെയും ചെയ്യും. മോനെ നിന്നെ ചിരിച്ചിട്ട് ഇപ്പോഴാണ് കണ്ടതെന്ന് ഒരു ലോഡ് കമന്റ് ഉണ്ട് അതിൽ. അവൻ എപ്പോഴും സങ്കടം പിടിച്ചിട്ടും അല്ലെങ്കിൽ അധികം മിണ്ടാണ്ടും ചിരിക്കാണ്ട് ഇരിക്കുന്ന ഒരു കുട്ടിയായിട്ടാ. അതിലെ കമന്റ്സ് നിങ്ങൾ വായിക്കും. നിങ്ങൾ നെഗറ്റീവ് ഇട്ട് 1-2 ആളുടെ നിങ്ങൾ എഴുതുന്ന കമന്റ് അല്ലാതെ മറ്റുള്ളവരുടെ കമന്റ് വായിക്കും. മേഘ ജോസഫ് ഒരാൾ ഇടണം, ഇതാ കഥ, സുധിയും രേണുവും അവരെ വെച്ച് അല്ലെങ്കിൽ അവരുടെ പേരിൽ എന്തെടുത്താലും റീച്ച് കിട്ടുമെന്ന് കുറെ പേർക്ക് അറിയാം. അവരുടെ ലേബലും കൊണ്ട് നിങ്ങളും ഞങ്ങളും അല്ല. കാരണം ഞങ്ങളിവിടെ രേണുസൂതിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല, രേണുസൂതിയുടെ കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവന്റെ ഊളിയില്ലേ, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാദങ്ങൾ ഇഷ്ടം പോലെ നടക്കണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നമുക്ക് ആർമാടാൻ നോക്കൊരു മിനിറ്റ്. അതുകൊണ്ട് പറഞ്ഞ ഒരു റിയാക്ഷൻ ചാനൽ തുടങ്ങി ഒരാഴ്ച കൊണ്ട് ഇട്ട വീഡിയോയ്ക്ക് 80K വ്യൂസ്. വ്ളോഗിന് എന്റെ 80K എന്നിട്ട് പോലും എനിക്ക് കുഞ്ഞിനെ നോക്കണ കാരണം എന്റെ സെക്കൻഡ് വീഡിയോ ഇട്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ എല്ലാവരും ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ചെയ്യാണ്ടിരുന്ന ആളാ. ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഇവര് പറഞ്ഞു എന്നോട് ചെയ്തോളാം, ഞാൻ ചെയ്യാണ്ടിരിക്കുന്ന. ഇതിലൊരാള് എന്തിനാ അതിന്റെ ഐഡിയിൽ കമന്റ് കൊടുത്തിട്ടുണ്ട്, എന്തിനാ നെഗറ്റീവ് അടിക്കുന്നത്, അവർ ചെയ്ത നല്ല കാര്യമല്ലേ, അവരോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു, അവരോടൊപ്പം കിച്ച് ഹാപ്പി ആയി വളരട്ടെ, ഓണാശംസകൾ. ഏറ്റവും അധികം ഇതില് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം മാത്രം പറയില്ല, റെയിൻബോ പോസിറ്റീവ്സ് ഒരു ലോഡ്. ജോമോൾ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ കുറെ ആളുകളുണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ടെന്ന്. അത് നമ്മൾ അങ്ങനെ കാര്യമാക്കണമെന്നില്ല. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നെഗറ്റീവ് ഇട്ടവർക്ക് വേണ്ടിയും ഇനി ഇടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ഇനിയിപ്പോ ഈ ലിങ്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അവർക്കുള്ള ഉത്തരാണ് വേണ്ടത്. പിന്നെ ഇതിലെ മെയിൻ ആള് കിച്ചു ആണ്. കിച്ചു അവൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരിക്കലും അവൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനോ ഇതുപോലെ ഇത്രയും ഫ്രീ ആയിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഇരിക്കില്ല. അവൻ്റെ കൂടെ ഉള്ള കൂട്ടുകാരനടക്കം പറഞ്ഞൊരു കാര്യം, അവൻ അത്രയും ഹാപ്പി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്. ഇത്രയും കമ്പനി അടിക്കുന്ന പുറമേ നിന്ന് ഒരാളുടെ അടുത്ത് അവൻ ആദ്യമായിട്ടാണെന്ന് തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട്. അവൻ തന്നെ അവൻ്റെ വ്ളോഗിലും വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവന് ഞങ്ങളെ അറിയാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചില ആളുകളൊരു വിചാരമുണ്ട്, ഇപ്പോൾ ആ കിച്ചുവിൻ്റെ കൂടെ ഒരു വീഡിയോ ഇട്ട് ഫോട്ടോ ഇട്ടു ഈ സാധനം ഇട്ടുക, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇടുക. മനസ്സിലായ? ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ ഫോട്ടോ കാണുന്ന ഇഷ്ടമുള്ള ആൾക്കാരെ ഞങ്ങളെ കണ്ടിന്യൂ ചെയ്യുക. ഇതിൽ ഒരുപാട് പേര് കമന്റ്സ് ഇട്ടുള്ളത്. ഞാൻ എല്ലാ നല്ല കമന്റ്സ് മൊത്തം വായിക്കാൻ പറ്റില്ല, കാരണം അത്രയുണ്ട്. ഇവരുടെ മോനാണെന്നേ പറയൂ. ഗുഡ് ഒരുപാട് ഹാപ്പി ചെയ്യുന്നു, ഞങ്ങളുടെ മോനാണെന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് നടക്കാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എടുക്കാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ദത്തെടുത്തോ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരായിട്ടൊരു വൈബിലാണ് നടക്കുക. നമ്മളിപ്പോ കിച്ചുവേട്ടനായിട്ട് അന്നത്തെ ഒരു ദിവസം കിച്ചുവേട്ടൻ ഒരിക്കലും ഒരു ഡൗൺ ആവരുത്, നമ്മള് പരമാവധി വൈബാക്കി ആ ലെവലിൽ നടന്നു. പിന്നെ ഒരു കാര്യം പറയണമെന്നുണ്ട്, നമ്മുടെ മനുച്ചേട്ടൻ, അതായത് കിച്ചുവേട്ടന്റെ ഫ്രണ്ട്, ആ അപ്പൻ ഞാനും മനുച്ചേട്ടനും കൂടി ആ ബീച്ചിൽ മറ്റേ ദോസ്തിലത്തെ ഒരു പാട്ടും പാടി വരുന്ന ഒരു സീനുണ്ട്. കുറെ കമന്റ്സ് അതിനുണ്ടായിരുന്നു. ബ്ലാക്ക് ടീഷർട്ട് ചേട്ടന്റെ കാര്യം കുറിച്ച്, അതായത് ആ ബ്ലാക്ക് ടീഷർട്ട് ആ ചേട്ടന് ആ മോനും നമ്മുടെ കോഡിലത്തെ ഡ്രസ്സ് തന്നെ കൊടുക്കായിരുന്നു. ഇത് ഓൾറെഡി ഇങ്ങനെയാണെങ്കിൽ ഇത് കോഡ് ഫിറ്റ് നമ്മള് ഒരു റീലിട്ടായിരുന്നു. ഞങ്ങൾക്ക് ഓണത്തിന് വന്ന കോഡ് ഫിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഡ്രസ്സ്, അത് ഓൾറെഡി ഞങ്ങൾക്ക് 4 ആൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ഡ്രസ്സാണ്. ഓൾറെഡി മുന്നേ അവർ അയച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ കിച്ചു ഒന്നുകൂടി ഫ്രീ ആവാൻ വേണ്ടി അവന്റെ കൂട്ടുകാരനെയും കൂടി വേണമെങ്കിൽ, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ റീച്ച് അല്ല നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരനെ കൂടെ നമ്മൾ പറയില്ല. മനസ്സിലായോ? ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിന്റെ പ്ലാൻ ഇട്ടത്. കൂട്ടുകാരൻ അവനോട് വിളിച്ചിട്ട് നീ അവൻ ഒന്നുകൂടി കംഫർട്ട് ആവാൻ, അത്രയും ഹാപ്പി ആവാൻ കൂട്ടുകാരനെ വേണ്ടി. അവനും ഞങ്ങളെ ആയിട്ട് ഭയങ്കര ജെല്ലായിരുന്നു. അവനും നല്ല അടിപൊളി കൊച്ചനെ, അവനും നല്ല അടിപൊളിയായിരുന്നു. എന്നിട്ട് അതില് ആ ദോസ്തിലെ പാട്ട് ഇനി കണ്ണീരില്ല, ആ പാട്ടില് ഇവനും അപ്പൂസും
നടുക്ക് കിച്ചുമായിട്ട് മാത്രമുള്ള ഒരു പാട്ടായിരുന്നു അത്. അതെ. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ആ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബറോ ഫേമസ് സെലിബ്രേറ്റ് സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ്. ആ സമയത്ത് ഞങ്ങൾ അവനോട് വരെ അതിൽ കയറി അഭിനയിച്ചോളാം പറഞ്ഞു. അതുകൊണ്ടാണ് ആ ഫ്രെയിമില് ആ കുട്ടി മാത്രം വേറെ ഡ്രസ്സായിട്ട് വന്നത്. ഫെയിം ആലോചിച്ച് മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളും ഇവന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കൊണ്ട് കയറ്റിയാൽ മതി. ഞങ്ങൾ അങ്ങനെ ഞാനാ പറഞ്ഞേ, ഞാനത് കിച്ചുവിനും അപ്പൂസിനും പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ മനു ഇങ്ങനെ ചെയ്യണ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പഴ സൈഡിൽ നിന്ന് ആ വരിപാട് മറ്റൊന്ന് ആ വരിപാട്. ആദ്യം അയ്യോ ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഇത് നടക്കില്ല. അപ്പൊ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ റീല് കുറച്ചും കൂടി അറിയാതെ മറ്റെല്ലാ പേട്ട ചാനലുകാരെ പോലെ നമ്മളെ പറയണ്ട. റീച്ച് ഞങ്ങൾ ആവശ്യത്തിനുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഓവറായിട്ട് കുറെ ഇതിൽ നിന്ന് സമ്പാദിക്കാനോ മറ്റു സംഭവങ്ങളോ ചിലപ്പോ നിങ്ങളിലൂടെ ആയിരിക്കും കിച്ചുവിന്റെ വളർച്ച. അതാണ്, അത് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങള്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ടാവാൻ വേണ്ടിട്ട് അതന്നെ, അത് തന്നെ തുടക്കടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്നതിന് ഒരുപാട് സന്തോഷം. അവന്റെ അടുത്ത് കിച്ചുവിന്റെ അടുത്ത് കുറെ ഇതിന് ശേഷം വന്നിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ കിച്ചുവിന്റെ അടുത്ത് ചോദിക്കുന്നത് ആൽബം കണ്ടല്ലോ അപ്പൊ ആൽബാണെന്ന് കരുതിയിട്ടാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ അവൻ പറയുന്നുണ്ട് ആൽബല്ല റീലാണ്, പിന്നെ യൂട്യൂബർ ഫാമിലി ആണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ചെയ്തപ്പോ കുറെ ആൾക്കാര് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിച്ചുവിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കിച്ചുവിനെ ആദ്യമായിട്ടാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. അപ്പൂസ് ഓൾറെഡി റൊമാൻസും ഇമോഷണലും മൊമെന്റ്സും ഡോഡൻസും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, മനസ്സിലായോ? ഇതില് അവനെ കൊണ്ട് ചെയ്യിച്ചല്ലേ. ഇപ്പൊ മഞ്ഞു പോലെ പാട്ട് ഇവനെ കൊണ്ട് ചെയ്യിക്കാൻ വെച്ചിരുന്ന, മറ്റേ എന്നമ്മയെ ഒന്ന് കാണാൻ ഞാനും ഇവനും കൂടി ചെയ്യാൻ വെച്ചിരുന്ന. ഇവൻ ഈ മാസം കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പോവാണ്. മറ്റേ സാധനം ഇവനും അപ്പും ഞാനുമായിട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന. ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ച എല്ലാ സാധനങ്ങളും അവനും കൂടി ജോയിൻ ചെയ്യിച്ചു, എല്ലാം ഓക്കെ ഇപ്പൊ ചെയ്തു. പിന്നെ പെട്ടെന്ന് ഓണത്തിന്റെ തലേന്ന് ഓടിപ്പോയിട്ട് കുറച്ച് ദിവസം മുന്നേ പോയി എടുത്തല്ല, 2-3 മാസം മുന്നേ ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചെല്ലാം വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയതിൽ അഭിമാനിക്കുന്നു. സുധിച്ചേട്ടന്റെ മകനെ ചേർത്ത് പിടിച്ചതിന് സ്നേഹത്തിന് നന്ദി. ഇതൊക്കെയാണ് നമ്മൾക്ക് ഒരുപാട് ഞാൻ ഇങ്ങനെ കമന്റ്സ് ഏറ്റവും അധികം വായിച്ചു നോക്ക്. കിച്ചുമോനെ നീ ഇതുപോലെ തന്നെ പോട്ടെ. പിന്നെ അപ്പൂസൻ രണ്ടാളും നല്ല ഉയരങ്ങളിലെത്തട്ടെ. അപ്പൂസൻ നിനക്ക് നല്ലൊരു ചേട്ടനെ കിട്ടി, നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. കിച്ചോ നിനക്ക് നല്ലൊരു ഫാമിലി കിട്ടി. നന്ദിയാണ് ഏറ്റവും അധികം വന്നത്. ഒരുപാട് വീഡിയോ മറ്റുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഇതേപോലെ വന്നിട്ടുണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം. റീച്ച് അതാണ് 2 കൊല്ലായിട്ട് ഇവരെ ഫാമിലിയിൽ നടക്കുന്ന പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ആൾ. നമ്മൾ അങ്ങനെയല്ല. അതെ, നമ്മൾ ഇന്ന് ഇപ്പൊ കിച്ചുവിന്റെ ഇപ്പൊ രേണു ബിഗ് ബോസിൽ പോയി, അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇപ്പൊ ഇന്ന് ചെല്ലാം, ഇന്നിപ്പോ പുറത്തേക്ക് വന്നു ഇന്ന് ചെല്ലാം, അങ്ങനെ വിചാരിച്ചിരിക്കല്ല. അതുപോലെ കിച്ചു ചങ്ങനാശ്ശേരിയിൽ എത്തണത് മുന്നറിഞ്ഞിട്ട് വേഗം അന്ന ഓണത്തിന് അവിടെ ഇതപ്പന്റെ പടത്തിലേക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഇത് നമ്മൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞതാണ് ഈ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ. അപ്പൊ ഇതൊന്ന് ക്ലിയർ ചെയ്യണം. ശരിക്ക് നമ്മള് മറ്റേ ഷൂട്ട് വെച്ചിട്ടുള്ള ശനിയാഴ്ച നമുക്ക് പോവാൻ പറ്റിയില്ല അല്ലെ? ഞങ്ങള് പറഞ്ഞ ദിവസം പറ്റിയില്ല. വിച്ചു വയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡും അതിന്റെ കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. അതാ കുട്ടീനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഷൂട്ട് പോലും നടക്കുന്നു വിചാരിച്ചില്ല. വിച്ചു പറഞ്ഞു നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന തോന്നണേ. ഈ വീക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആഴ്ച വരാൻ പറ്റില്ല, അങ്ങനെ വയ്യാത്ത കാരണം. അപ്പൊ ചിലപ്പോ അത് അവിടെ ക്യാൻസൽ ആവുന്ന വിചാരിച്ച്. അപ്പൊ അവൻ പറഞ്ഞു സാരിലേക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പിന്നെ വിളിച്ചു. അപ്പൊ അവൻ ഞാൻ ഓക്കെയാണ്. ആ കുട്ടിക്ക് അവനും ഇഷ്ടമാണ് നമ്മളെ ഇഷ്ടപ്പെട്ടു, നമ്മൾ ജെനുവിലാണെന്നും നമ്മൾ റീച്ചിന് വേണ്ടി നടക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയല്ല. അവനറിയാം ഈ 2 കൊല്ലമായിട്ട് റീച്ച് അറിയാം. ശരിക്കും അവന് ഊറ്റിപ്പിഴിയാനുള്ള സാധനങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാർ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല. നമ്മുടെ മോൻ ഈ മാസം അവസാനം പോവാണ്. അതെ, എനിക്ക് കിച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവനെ കാണുന്ന പോലെ. ഇതിലിപ്പോ RTVC എന്ന് പറഞ്ഞിട്ടൊരു ആള് കിച്ചു ആയിരുന്നു അത്
കമന്റ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായോ? കൊല്ലം സുധിയുടെ മോനെ പോലെ ഉണ്ട് ഒരു പയ്യൻ എന്ന് കമന്റ് ഇടാൻ വന്നതാണ് ഞാൻ. ഇതുകൊണ്ട് ഇങ്ങനത്തെ കുറെ വന്നുകൊണ്ട് മാത്രമാണ് വേണ്ടി ഫോട്ടോ ഒന്നും വെക്കണം. സിന്ധു എന്ന് പറഞ്ഞിരുന്നത് ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിച്ച് കുടുംബങ്ങൾ തല്ലിപ്പിരിച്ച് കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ വീഡിയോ എന്റെ കണ്ണ് നിറയിച്ചു. എന്റെ പ്രാർത്ഥന ഈ കുടുംബത്തിന് ഉണ്ടാവും. കണ്ടിട്ട് സന്തോഷം. ഈ അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാവർക്കും ലവ്. അതിന് 250-300 ലൈക്കും ആൾക്കാർക്ക് കിട്ടി. അപ്പൊ ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ട് ഇതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത അത്ര ചേർത്ത് നിർത്തിയതിനും ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാ പറയണേ. കാരണം ഞങ്ങൾക്കെങ്കിലും തോന്നിയല്ലോ എന്ന് പോലെ എഴുതിക്കുന്ന ആളുകൾ. അപ്പോ നിങ്ങൾ ആലോചിക്കണം, നേരത്തെ പറഞ്ഞ ആളോടാ പറയണ സേവിയറേട്ടാ എന്തിട്ടാന്നറിയോ, ചോറ് ശരിക്കും നിങ്ങൾ കഴിക്കണ ചോറിൽ വേറെ വല്ലതും പരത്തിയിട്ടായിരിക്കും ശരിക്കുള്ള ഉണ്ണണ ആളുകളുടെ മറുപടികൾ. അത് മനസ്സിലായോ? ഒരാള് നസീർ റഹീം രേണുവിനെ മാരേജ് ചെയ്യുന്നിട്ട് 2 വൈഫും 4 പിള്ളേരായിട്ട് ജീവിക്കാൻ. അതെന്റെ അടുത്ത്. അപ്പൊ അങ്ങനെയാണോ ചെയ്യണ? അറിയാൻ പാടില്ല. തന്റെ നാട്ടിലൊക്കെ അങ്ങനെയാണോ? ഒരാള് രേണുവിന് മാരേജ് ഈ ചാനലിൽ എനിക്ക് കുറച്ചുണ്ട്. അത് കാരണം ഞാൻ അധികം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ ആരാടാ ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടാൻ വരുന്ന ആൾക്കാര്? നോക്ക്, ഈ എന്ത് നല്ല കാര്യം ചെയ്താലും എത്ര നല്ല വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ കൊണക്കാൻ വേണ്ടി 1-2 ഇരിക്കും. മറ്റേ ഏതോ സെലിബ്രിറ്റി വന്ന് സോനനായരോ പറഞ്ഞില്ലേ, അങ്ങനെ കുറെ ഉണ്ട്. അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഉപകാരമില്ല അവർക്ക്. മനസ്സിലായോ? അവർക്ക് വല്ല ഉപകാരം ഒരു ഉപകാരമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുഞ്ഞ് ബേബീസ് ഒക്കെ ഇങ്ങനെ സംസാരിക്കണ വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ വരെ കമന്റ്സ്. അതന്നെ, ചെറിയ ഉണ്ണിയോട് സംസാരിക്കേണ്ട അടിയിൽ വരെ അങ്ങനത്തെ ഒരു സൊസൈറ്റി നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സിയാലിയ കിച്ചൺ വ്ളോഗ് ശരിക്കും ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കിച്ചുവിനെ ചേർത്ത് പിടിച്ചത് ഇനിയും അങ്ങോട്ടും ഇങ്ങനെ തന്നെ വേണം പ്ലീസ്. ഏറ്റവും കൂടുതൽ സുധിയേട്ടന്റെ ആത്മാവിനായിരിക്കും സന്തോഷം. മോനെ ഒരിക്കലും വിട്ട് കളയല്ലേ. എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കിച്ചുവിന്. എല്ലാവർക്കും കാണാൻ ആഗ്രഹം. അതേപോലെ നമ്മളുടെ അടുത്ത് പറയണ അവനങ്ങോട്ട് ചേർത്ത് പിടിക്കാനും അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാവില്ല. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇത് ഞങ്ങള് ഇല്ലാത്തോണ്ട് പോയിട്ട് ചേർത്ത് പിടിച്ചതല്ല. ഞങ്ങള് പുറത്താലും ഞങ്ങളുടെ ഇതില് ഇൻസ്റ്റാഗ്രാമില് കട്ട ഫോളോവേഴ്സാ. കട്ട ഫോളോവേഴ്സ് ഒരു ഇതുണ്ട്, ഹൈലൈറ്റ് ഉണ്ട്. അത് ഞാൻ ഞെക്കി കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നതും ഞങ്ങളെ സ്ഥിരം കാണാൻ. എത്ര ഇരുട്ടിന്റെ ഇടയിൽ പോയിരുന്നാലും ഈ കഴിഞ്ഞ ഇന്നലെ വരും കനകുന്നിൽ പോയിപ്പോ ഏത് തിക്കിന്റെ തിരക്കിന്റെ ഇടയിലാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അത്യാവശ്യം നമ്മളൊക്കെ എല്ലാവർക്കും അത്യാവശ്യം അറിയണ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ആണ്. ഞങ്ങൾക്ക് അത്ര മതി. നമുക്കിപ്പോ അവന്റെ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് അതറിയണം. അവർക്ക് അതാണ് അറിയേണ്ടത്. ഞങ്ങള് ആരുടെ പേഴ്സണൽ കാര്യങ്ങളും ചകയാൻ നിൽക്കാറുമില്ല. അതിന്റെ ആവശ്യമില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കിച്ചു ഇനി ഇത്തരത്തിലുള്ള ഇത്രയും വർഷമായിട്ട് അവൻ പല ഇന്റർവ്യൂസും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവന് വേണമെന്ന് വെച്ചാൽ പലതും അവോയ്ഡ് ചെയ്യാം. അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. അവന്റെ പറയാനുള്ളത് അവന്റെ ചാനലാവും വന്ന് പറയുകയും ചെയ്യാം. ഒറ്റ ഫ്രെയിമിൽ ഞാൻ കണ്ടു സ്വർഗം ഒരാള് സിമ്പിൾ പൊന്നു. ഇതൊക്കെയാണ് എന്താ പറയാ. പിന്നെ എന്നോട് പൊന്നു നല്ലൊരു അമ്മയാണ്. കിച്ചുവിനെയും അപ്പൂസിനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചപ്പോ കിച്ചുവിന്റെ അമ്മ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾ കമന്റ്സ്. കിച്ചുവിനെ നിങ്ങളുടെ കൂടെ കൂട്ടിയതിന് ഒരുപാട് സന്തോഷം. കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൂസ ഞങ്ങളുടെ ചെക്കന്മാർ, കിച്ചുവും കൂട്ടുകാരും അപ്പൂസിനെ പോലെയാ അവർ. നിങ്ങൾ ഒന്നിച്ചപ്പോൾ ലവ് 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 ലവ്. മനസ്സിലായി? ഏറ്റവും അധികം ഞങ്ങൾക്ക് വന്ന അതെ, നിങ്ങളത് ജസ്റ്റ് ആ വീഡിയോന്റെ അടി പോയാൽ അതെ. ഇതിനെന്തായാലും ഞാൻ ലൈക്ക് അടിക്കും. കിച്ചുവിനെ ഒരു നല്ല കൂട്ടാവും അപ്പുവും ഫാമിലിയും. ഇതിന് ഞാൻ എന്തായാലും ലൈക്ക് അടിക്കും. നല്ലൊരു കൂട്ടായിരിക്കും അപ്പൂസും ഫാമിലിയും. നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് തീരെ സമയമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ. നമുക്ക് ശരിക്കും സമയമില്ല. നിങ്ങൾക്ക് നല്ല സമയമുണ്ട്. ഓക്കെ, വെറുതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആദ്യം തന്നെ ഈ കമന്റുകൾ ആദ്യം വായിക്കുക. ഇതിങ്ങനെ ഞോണ്ടി കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ഇട്ട വീഡിയോ അത് ഒന്നിന്ന് അവസാനം വരെ കാണാം. ഒരു ഭാഗം മിസ് ചെയ്യല്ലേ. പോസിറ്റീവ് ആൾക്കാര് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ ഈ സാധനം മൊത്തം കാണാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുകയുള്ളൂ.
അവന്റെ ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിച്ചുവിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ പറ്റിയിട്ട് എങ്ങനെയാണെന്ന് അവന്റെ വ്ളോഗിലും അവന്റെ അവനെന്തായാലും ഇപ്പൊ ഞങ്ങള് പോയേക്കാളും കൂടുതൽ ഇന്റർവ്യൂസ് അവനെ വേറെ ആൾക്കാർ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ വേറെ കുറെ ആൾക്കാർ അവനെ കാണാൻ വന്നിട്ടുണ്ടാവുമല്ലോ. ഞങ്ങള് ഫാമിലി എങ്ങനെയാണ് അവന്റെ അടുത്തിരുന്നതെന്നും എങ്ങനെയായിരുന്നു എന്നുള്ളതും അവന്റെ അടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മുടെ ഈ ചാനലില് ഈ നമ്മുടെ ഈ ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ ഒരു ചെറിയ മിനി വ്ളോഗ് ഇട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനം ഒരു ചാർജ് മൊബൈലിന്റെ കഴിഞ്ഞ കാരണം പിന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ചേട്ടനും കൂടി നമ്മളെ ഫാമിലി എങ്ങനെ ഉണ്ടായിരുന്നു, വൈബായിരുന്നു എന്ന് ചോദിക്കണ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയി കാണാം. പിന്നെ മാത്രമല്ല കിച്ചു നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട്, ഈ റീൽസും ഫോട്ടോഷൂട്ടും എല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് അവന്റെ ഫാമിലിയിലുള്ളവർ തന്നെ അവനോട് പറഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നു. അവര് ഇത്രയും കാലം കാണുന്നത് മൈക്കുമായിട്ട് കുറെ കാര്യങ്ങളും കൊല്ലംതുണിയുടെ കാര്യങ്ങൾ, അവിടുന്ന് ആരോപണം വന്നു, ഇവിടുന്ന് ഈ ആരോപണം വന്നു, മതിലിനെ പറ്റി, വീടിനെ പറ്റി, ബിഷപ്പിനെ പറ്റി, അത് ഇത് മാങ്ങ തേങ്ങ നമുക്ക് തന്നെ ഇതിൽ കാണുമ്പോ ഇനി ചിലപ്പോ നമ്മളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത് കണ്ടിട്ട് ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ മറ്റു ചാനലുകാർ ശ്രമിച്ചാൽ ഉണ്ടാവട്ടെ. ഞങ്ങൾ അത് ആഗ്രഹിക്കണം. അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ പെർഫോമൻസിനും കാര്യങ്ങളും അവന് വരട്ടെ. അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണെന്നും അവൻ നല്ല ഉയരങ്ങളിൽ ഇനി എത്തണമെന്നും വലിയ വലിയ ടീമുകൾ അവനോട് നേരിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അത് നടക്കും. അവൻ സിനിമയിൽ വരും അല്ലെങ്കിൽ പെർഫോമൻസിന്. നമ്മൾ അവനെ കൊണ്ട് ഇത്രയും ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനത് ഉള്ളിൽ നമുക്ക് ആരുടെയും വേറെ ആൾക്കാരുടെ വേണ്ട. പിന്നെ ഞങ്ങള് സാധാരണ തന്നെ ഞങ്ങള് സാധാരണ എല്ലാഴ്ചയും പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ റോട്ടിൽ നിന്നിട്ട് അപ്പനും മോനും അമ്മയും മോനും മക്കളും ഞങ്ങളെല്ലാരും കൂടി റീൽസും ഫോട്ടോഷൂട്ടൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഓക്കെ, ആ സാധനം ആ ആഴ്ച മുഴുവൻ ആ ഡ്രസ്സിലുള്ള റീൽസും ഫോട്ടോസും മാത്രം എന്നെ ഇടുക. അത് എന്നെ ഇപ്പോഴും ചെയ്യണേ, മനസ്സിലായോ? ഞങ്ങളുടെ ഫോണിൽ ചാർജ് സ്റ്റോറേജ് വേണ്ടേ, ഇത് കഴിഞ്ഞാൽ അടുത്ത് ഇടുക. അപ്പോൾ ഇവന്റെ കൂടെ പോയിട്ടുള്ള സംഭവത്തിലുള്ള സാധനങ്ങൾ വേഗം ഇട്ടിട്ടിട്ട് തീർത്ത് പിന്നെ വീണ്ടും ഞങ്ങളുടെ സാധനങ്ങൾ തന്നെ വരും. മനസ്സിലായോ? ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. കിച്ചു നല്ലൊരു മോനാണ്, അവൻ വളരെ ഹാപ്പിയാണ് ഇപ്പോ. അവന്റെ പെർഫോമൻസ് ഒക്കെ നമ്മളിലൂടെ ചോദ്യങ്ങളൊന്നും അതിനോട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് നല്ല നല്ല ചോദ്യങ്ങളും ഫണ്ണിയുള്ള സാധനങ്ങളും ചോദിച്ച് ഹാപ്പി ആക്കി ഇരിക്കാൻ പറ്റുന്നത് ഹാപ്പി ആക്കി ഇരുത്താം. എല്ലാവരും ഹ്യൂമൻസ് ആണ്, അവർക്ക് എല്ലാവർക്കും ലിമിറ്റ് ഉണ്ട്, മനസ്സിലായോ? അവരെ അവൻ ശരിക്കും ഇങ്ങനെ കിടന്ന് അവൻ ശരിക്കും ഹാപ്പി ആയിട്ട് അവൻ ചിരിച്ചു കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങള് ചോദ്യങ്ങളും നിങ്ങൾ ആ ചെയ്യണ കാര്യങ്ങൾ പോലെ ഇരിക്കും മറ്റുള്ളവരുടെ ഹാപ്പി. ലൈഫിലെ ചെറിയ പ്രായത്തിൽ തന്നെ താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടിയാവൻ. അപ്പൊ ഇനിയെങ്കിലും നിങ്ങളത് നിർത്തി നമ്മളെ അവനെ ഹാപ്പി ആക്കാനേ നോക്കിയിട്ടുള്ളൂ. ഈ നമ്മുടെ കൂടെ ഇരുന്ന സെക്കൻഡ് വരും, ഈ നിമിഷം വരും. അത് അതേപോലെ കുറച്ചൊരു ബെറ്റർ ആയിട്ടോ എന്തെങ്കിലും ഇന്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങളതില് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, സന്തോഷായിരിക്കും. നമ്മൾ ഒരുപാട് നേരം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ, നമ്മള് കുറച്ച് നേരം അല്ലാന്ന് നമ്മൾ വെറുതെ നടക്കുമ്പോ പോലും വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. വർത്താനം പറയായിരുന്നു നോക്കുകയാണെങ്കിൽ മഞ്ഞക്കൂയിലായിട്ട് ഹലോ ഹലോ നമ്മള് കൊറേ നേരം വർത്താനം പറഞ്ഞു, കൊറേ നേരം ഫോട്ടോ എടുത്തു, പിന്നെ ഫുഡിനെ പറ്റിയിട്ട് കൊറേ വർത്താനം പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ കിച്ചുവിനെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ പേര് അത് കാണുന്നു. കിച്ചു ഇങ്ങനെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു ഇങ്ങനെ ചെയ്ത ആരും കണ്ടിട്ടില്ലേ? അതാ ഇത് കിച്ചു തന്നെയല്ലേ. ഇതില് കണ്ടില്ലേ കമന്റ്, അയ്യോ ഇത് കിച്ചു ആയിരുന്നു, കിച്ചുവിനെ പോലെ. ആ കാര്യം ഉള്ളത് കൊണ്ട് കുറെ വന്നത് കൊണ്ടാണ് സുധിച്ചേട്ടന്റെ ഒരു ഫോട്ടോ ഇടയിൽ വെച്ചത്. ഞങ്ങൾ സുധിച്ചേട്ടന്റെ വെക്കണ്ട, ഇനി അതിന് പൊങ്കാല കാണാൻ അതിൽ കമന്റ് വന്നു. ഞാനും ചോദിച്ചു, മനസ്സിലായ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പൊന്നു പറഞ്ഞു ആദ്യം, ചിലപ്പോ അവന് മനസ്സിലാവില്ല, കാരണം അതേ സെയിം ക്വസ്റ്റ്യൻ ഇതിൽ വന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സുധീറിന്റെ മോനല്ലേ ചോദിച്ചിട്ട് പോലെ ആണോ അത് വെച്ചുകൊണ്ട് സുധീറിന്റെ മോനെ നല്ലതായിരിക്കും മനസ്സിലായി. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സെൻട്രയിൽ അപ്പൂസും കിച്ചു ഇരിക്കണതാണ് സെൻട്രൽ വലുതാക്കി വെച്ചിരുന്ന വിച്ചു രണ്ടാമത് തമ്മിൽ മാറ്റിയതാണ്. അപ്പൊ അങ്ങനത്തെ സംഭവം നമുക്കില്ല കേട്ടാ.
കിച്ചു നമ്മുടെ കൂടെ വരുമ്പോ ഇനി ഇന്നല്ല നാളെ അല്ല എപ്പോ വന്നാലും അത് കിച്ചു അപ്പുന്റെ ഫ്രണ്ട്സ് വന്നാലും ഞങ്ങൾ ഇങ്ങനെ ഗിൽബർട്ട് വന്നിട്ടും ഇതേ ഫോട്ടോഷൂട്ടും റീൽസും ഇതൊക്കെ എടുത്തു. അവന് ചാനൽ പറയുന്ന ആള് ഇവന്റെ ഒരു ഫ്രണ്ട് മാത്രല്ല, അവന് ചാനലോ റീച്ചുള്ള ഒരു ഇതോ സംഭവങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവനെ കൊണ്ട് എന്തോരം റീൽസ് ഇടിച്ചു, എത്ര ഫോട്ടോഷൂട്ട് എടുത്തു. സത്യം പറഞ്ഞാൽ ഫോട്ടോസ് ചോക്കണ്ട നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ തപ്പി നോക്കിയാൽ മതി. ഞങ്ങൾ അടിച്ചു പൊന്മുടിയ പോയപ്പോ 100 ഫോട്ടോ ഈ വീടിന്റെ ഈ വൈറലാ. അതില് ഇവനെയും വിച്ചുവിനെയും തന്നെയാണ് ഗിൽബർട്ടിനെ അധികാരില്ല. അപ്പൊ അതെന്തിനാ ഞങ്ങൾ എടുത്തേ? അപ്പൊ അത് ഓർമ്മകളാണ് ഓരോ ദിവസത്തിന്റെ. കിച്ചുവായിട്ടുള്ള ഒരു ഓർമ്മയാണ് ഈ കാണുന്നത്. അത് എന്നും ആ കുട്ടിക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിന്റെ ഒരു തുടക്കമാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞൊരു ആൽബം പോലെ മെമ്മറീസ് ആണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, നമ്മുടെ അപ്പൂസ് ഈ മാസം കഴിഞ്ഞ പോവും. അപ്പൊ ഇത്രയും നാളുള്ള അപ്പൊ അത് കാരണം അപ്പൊ വയ്യാന്ന് കഴിക്കണോണ്ട് അപ്പും ഉണ്ണിയായിട്ടുള്ള കുട്ടി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട്. കാരണം ഇനി പോയി വരുമ്പോ ഉണ്ണി കുറച്ചുണ്ണി വലുതാവും എന്ന് പറയണവൻ. അപ്പൊ നമ്മുടെ മെമ്മറികളാണിത്. ഞാൻ ആദ്യം വയറ്റുള്ളപ്പോ തൊട്ട് ഇപ്പൊ കാണുമ്പോ ആദ്യം പറയും ബേബി ആദിശി ബേബി അപ്പൂസ് ഇത്ര ഉണ്ടായിരുന്നുള്ള ഉരുണ്ടിട്ട് ഇപ്പൊ ഇത്ര ഉള്ള ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പൊ ഇനിയും നമ്മളെയും കിച്ചുവിനെയും ക്രൂശിക്കാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട്. കാരണം ഞങ്ങള് അങ്ങനെയൊന്നും കണ്ടിട്ടല്ല പോയേക്കണതും. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ.